കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ നമസ്കാരം. ഏറെ സന്തോഷം ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല, കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നിരവധി പേർക്ക് ആ കുഞ്ഞിലൂടെ ജീവൻ ലഭിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസം കൂടെയുള്ള ഒരു വാർത്തയാണ്. എങ്ങനെയാകും ഇനി ശസ്ത്രക്രിയകളൊക്കെയും നടക്കുക? സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അവയവദാതാവുകയാണ് ആ കുഞ്ഞ്. സ്വീകർത്താവിന്റെ അതുപോലെ തന്നെ വെല്ലുവിളിയാണ് കാരണം നമ്മളിപ്പോ ഒരാളുടെ പ്രായം സ്വീകരിക്കുന്ന 6 മാസം പ്രായമുള്ള കുഞ്ഞും മറ്റേതൊരു 10 വയസ്സ് പ്രായമുള്ള വൃക്ക സ്വീകർത്താവിനെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്, അവരുടെ ക്രോസ് മാച്ചിങ് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ ശേഷം. അപ്പൊ അത് ഈ കുഞ്ഞിന്റെ വൃക്കകൾ വളരെ ചെറുതായിരിക്കും. അതായത് 5 സെന്റിമീറ്റർ ആണ് ഈ കുഞ്ഞിന്റെ വൃക്കകളുടെ വലിപ്പം. അപ്പൊ 5 സെന്റിമീറ്റർ ഉള്ള കിഡ്നി ഒരു 10 വയസ്സായ കുഞ്ഞിന് വെക്കുമ്പോൾ നമ്മൾ 2 കിഡ്നിയും ഒരേ കുട്ടി ആൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ 2 കിഡ്നിയും വെക്കണം. അതൊരു സർജിക്കൽ വെല്ലുവിളിയാണ്. അതുപോലെ തന്നെയാണ് 6 മാസം പ്രായമുള്ള കുഞ്ഞിന് ജന്മന ബിലിയറി അറ്റ്രീഷ്യ എന്ന് പറഞ്ഞ അസുഖം മൂലം കേടായ ലിവർ മാറ്റി ഈ ലിവറാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത്. അത് വളരെ സങ്കീർണമായ സ്വീകർത്താവിന്റെ കാര്യത്തിലായിരുന്നാലും ദാതാവിന്റെ കാര്യത്തിലായാലും വളരെ വെല്ലുവിളിയായിരുന്ന അവയവം എടുക്കുന്ന കാര്യത്തിലും വെല്ലുവിളിയുണ്ട്, വയ്ക്കുന്ന കാര്യത്തിലും വെല്ലുവിളിയുണ്ട്, യാത്രയിലും. കാരണം സമയമായി ഓർഗൻസ് എല്ലാം എത്തിക്കണം. നമ്മുടെ മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം ഇന്ന് രാത്രി തന്നെ മൃതശരീരം കൊടുക്കാമെന്ന് നമ്മൾ സമ്മതിച്ചു. മാറ്റാത്തത് ഹെലികോപ്റ്റർ മാർഗം കൊണ്ടുവരാൻ ആദ്യം ഉദ്ദേശിച്ച നമ്മളെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതശരീരം മാതാപിതാക്കൾക്ക് ഏൽപ്പിക്കാമെന്നുള്ള വാക്കിന്റെ പുറത്താണ് നമ്മൾ ഇതെല്ലാം ഇന്ന് ദ്രുതഗതിയിൽ അറേഞ്ച് ചെയ്തത്. അതെ, ഇതിപ്പോൾ എത്ര മണിക്കൂറിനുള്ളിലാണ് ഈ അവയവങ്ങളൊക്കെയും തിരുവനന്തപുരത്തേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ളത്? ഡോക്ടർ കേൾക്കാനാവുന്നുണ്ടോ? ആ സ്വീകർത്താവിൽ വെച്ചു കൊടുക്കുന്ന സമയത്തിന് കോൾഡ് ഇസ്കീമിയ ടൈം എന്നാണ് പറയുന്നത്. ആ സമയം നമ്മൾ 6 മണിക്കൂറൊക്കെ. പക്ഷെ കുട്ടി ആയതുകൊണ്ട് നമ്മൾ പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളത് ഏറ്റവും മിനിമം ആക്കാൻ പറ്റുന്ന ഇതാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു 3 അവേഴ്സിനുള്ളിലെങ്കിലും നമുക്ക് എത്തിച്ച് സർജറി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. വൃക്കകൾക്ക് ഒരു 6 മുതൽ 12 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ ലിവർ ഭയങ്കര വെല്ലുവിളിയാണ്, സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. പോലീസ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ADGP സുജിത് IPS അവരുകള് ഈ കടന്നു പോകുന്ന ജില്ലകളിലെല്ലാം പോലീസിന് അലേർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ട്രാഫിക് സിഗ്നൽസും ബ്ലോക്ക് ചെയ്ത് വരിയൊഴുക്ക് തരാമെന്നും എസ്കോർട്ട് വാഹനം തരാമെന്നും പോലീസ് സംവിധാനം സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് 6:30ക്കാണ് നമ്മൾ അമൃതയിൽ നിന്ന് വരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞിന്റെ അവയവങ്ങളൊക്കെയും മറ്റു കുഞ്ഞുങ്ങൾക്ക് തന്നെയാണോ ദാനം ചെയ്യുന്നത്? ആണ്. അതിലെ നേരത്തെ 6 മാസം പ്രായമുള്ള ലിവർ സ്വീകർത്താവും 10 വയസ്സ് പ്രായമുള്ള വൃക്ക സ്വീകർത്താവുമാണ് നമ്മളിപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളാകുമ്പോൾ ശുശ്രൂഷയുടെ ഒരു ശുശ്രൂഷയും വലിയ രീതിയിൽ തന്നെ നൽകേണ്ടതായില്ലേ? കുറച്ചുകൂടെ കൂടുതൽ കരുതൽ ആ കുട്ടികൾക്ക് നൽകണ്ടേ? വേണം. വളരെ വെല്ലുവിളിയാകുന്ന ഒരു പ്രക്രിയയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞാലും മെഡിക്കേഷൻസിന്റെ കാര്യത്തിലും ICU കെയറിന്റെ കാര്യത്തിലും എല്ലാം വെല്ലുവിളിയാകുന്ന. പക്ഷെ നമുക്ക് ഈ വെല്ലുവിളി ഏറ്റെടുത്തേ പറ്റുള്ളൂ. കാരണം ആ കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഒരു പുതിയ അവയവം അവർക്ക് വെച്ചു കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ കുട്ടികൾ മരണം സംഭവിക്കും. കാരണം വർക്ക് ചെയ്യാത്ത ലിവറും വർക്ക് ചെയ്യാത്ത വൃക്കകളുമായിട്ടാണ് ആ കുട്ടികൾ ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് എത്രയും വേഗം അവയവം കിട്ടുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ അതിന്റെ വരായികള് കുറച്ച് സങ്കീർണത നിറഞ്ഞതാണ്. നിലവിൽ ഈ തിരുവനന്തപുരത്ത് സജ്ജീകരണങ്ങളൊക്കെ റെഡിയാണല്ലേ? ആ റെഡിയാണ്. അതെ, സ്വീകർത്താവിന്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്വീകരിക്കേണ്ട കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം റെഡിയാണ്. ബാക്കി സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കിംസ് ആശുപത്രിയാണ് ലിവർ സ്വീകരിക്കുന്നത് പറ്റി, അവിടെയും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവയവം എത്തിയുടൻ ശസ്ത്രക്രിയ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ അവയവങ്ങൾ ഏറ്റുവാങ്ങുന്നവരൊക്കെയും ആശുപത്രികളിലേക്ക് എത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ടാവുമല്ലോ? അപ്പൊ നേരത്തെ ഇന്ന് രാവിലെ തന്നെ അവരെത്തി. കാരണം 2ാമത്തെ മസ്തിഷ്ക മരണ നിർണയം, അതായത് രണ്ട് തവണകളായിട്ടാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. ഈ കുഞ്ഞായതുകൊണ്ട് 24 മണിക്കൂറിന്റെ ഗ്യാപ്പ് വേണം. ഫസ്റ്റ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് സെക്കൻഡ് സർട്ടിഫിക്കേഷൻ. ആ സെക്കൻഡ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞോടെ ഞങ്ങൾ സ്വീകർത്താക്കളെ അറിയിക്കുകയും സ്വീകർത്താക്കൾ ഇവിടെ എത്തി അവരുടെ പ്രാഥമിക പരിശോധനകളെല്ലാം പൂർത്തിയായി വെയിറ്റ് ചെയ്യാണ്. അതിനാണ് നമ്മൾ ക്രോസ് മാച്ചും ചെയ്ത് ക്രോസ് മാച്ചും നെഗറ്റീവായ ശേഷമാണ് സ്വീകർത്താവിന് തീരുമാനിച്ചത്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.